അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചതുപോലെ ഓരോ സ്വത്വ വിഭാഗങ്ങൾക്കും അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനും ഒന്നിനോടും അനുരഞ്ജനത്തിൽ ഏർപ്പെടാതെ രാജിയാകാതെ വളരെ തൻ്റെ അടുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയമായ ഭാഗധേയത്വം അവർക്കൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തപ്പെടേണ്ടതാണ്. മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും ഏകീകരിക്കപ്പെടണം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണയായി നമ്മൾ അനുസ്മരിക്കാറുള്ള ഒരു മാതൃകയാണ് മഹാനായ ബാഫഖി തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു അവർകളും, അതുപോലെ മുജാഹിദ് നേതാവ് കൂടിയായിരുന്ന KM മൗലവിയുമൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുവേദിയിൽ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വിസ്മരിച്ചുകൊണ്ട് സഹകരിച്ചിരുന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ബാഫഖി തങ്ങളും KM മൗലവിയും പരസ്പരം തുടർന്ന് നമസ്കരിച്ചിരുന്നു. അവരിൽപ്പെട്ട ഒരാള് വഫാത്തായപ്പോൾ മറ്റേയാളാണ് ഇമാമത്ത് നിന്നത് എന്നുള്ളതെല്ലാം എപ്പോഴും നമ്മൾ അഭിമാനപൂർവം അനുസ്മരിക്കാറുള്ള ഉദാത്തമായ മാതൃകകളാണ്. എന്നാൽ സുന്നി റിനൈസൻസിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് അത് ശക്തിപ്പെട്ടത് കേരളത്തിൽ 1980കളിലാണ്. സുന്നി റിനൈസൻസിന്റെ കാലഘട്ടം, സുന്നി ഉയിർത്തെഴുന്നേൽപ്പിന്റെ, അത് ഉയർ എന്നും ഉച്ചരിക്കാം, രണ്ടിനും രണ്ട് മാനയുണ്ട്. അപ്പൊ ഈ സുന്നി ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്, അങ്ങനെ ബാഫഖി തങ്ങൾ KM മൗലവിയെ തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, KM മൗലവിക്ക് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം സുന്നികൾ കാണിക്കണം എന്ന് പ്രസംഗിക്കുന്ന സുന്നികളെ ഞാൻ കേട്ടിട്ടുണ്ട്, അവരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞോട്ടെ, വലിയ ഖായിലിൻ അൻ യഖൂല, ഒരു പറയുന്നവന് അങ്ങനെയും പറയാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറയുന്ന ആളുകള് അവര് വേറിട്ട് സംഘടിക്കട്ടെ. അവര് സുസുന്നി, EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പോലെ സുസുന്നി ഐഡന്റിറ്റി, ആ സുസുന്നി വ്യക്തിത്വം കൂടുതൽ പ്രകാശിതമാകുന്നതിന് വേണ്ടി അവർ സംഘടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, മുസ്ലിം സമുദായത്തിലുള്ള വിവിധ തരം സുന്നികള്, വിവിധ തരം ത്വരീഖത്തുകള്, അതുപോലെ മുജാഹിദുകളിലെ അസംഖ്യം വിഭാഗങ്ങള്, ഓരോ വിഭാഗത്തിന്റെയും ഉള്ളില് ഓരോ ഹദീസിനെയും അടിസ്ഥാനമാക്കി വെവ്വേറെ ഗ്രൂപ്പുകൾ. ഉദാഹരണത്തിന് ചാണകം നജസാണോ അല്ലയോ എന്നുള്ള മസാല അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ് എടുത്താൽ തന്നെ ഒരു ഗ്രൂപ്പ് ചാണകം നജസാണെന്നും മറ്റേ ഗ്രൂപ്പ് ചാണകം നജസല്ല എന്നും. അതായത് ഇപ്പൊ ഇത്തവണ ഇലക്ഷനില് ഒരു സലഫി സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ചാണകം നജസല്ല എന്നുള്ള വീക്ഷണമാണല്ലോ സ്വാഭാവികമായും ഇഷ്ടപ്പെടുക. അപ്പോൾ ചാണകം നജസാണ് എന്ന് വളരെ തീവ്രമായി വിശ്വസിക്കുന്ന മുജാഹിദുകളാണ് ഭൂരിപക്ഷം. അപ്പൊ ഇവർക്കെല്ലാവർക്കും വിശ്വാസ ചിന്താ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികൾ എന്നതു ചൊല്ലത് കൊള്ളാം എന്ന് പറഞ്ഞ പോലെ എലിയും പൂച്ചയുമായി നിന്നുകൊണ്ട് തന്നെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ അവരുടെ പങ്കാളിത്തം വഹിക്കട്ടെ. അതുമാത്രമല്ല, നമ്മുടെ സമുദായത്തിലെ പ്രതിഭകൾ ഒരുപാട് കൂടുതലാണ്. ഇപ്പൊ താരതമ്യേന ദിക്റും സലാത്തും തസ്ബീഹുമായിട്ട് നടക്കുന്ന ത്വരീഖത്തുകളിൽ പോലും ഉള്ളത് നിസാര തൊപ്പിക്കാരും മല്ലാക്കന്മാരും മാത്രമൊന്നുമല്ല. അവരുടെ കൂട്ടത്തിൽ മഹാചിന്തകന്മാരുണ്ട്, ദാർശനികരുണ്ട്, താത്വികന്മാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, മഹാ എഴുത്തുകാരുണ്ട്. ഇവരൊക്കെ ചിലപ്പോ ഇപ്പൊ ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നുള്ള ചില ബുദ്ധിജീവികൾ പോലും പിൽക്കാലത്ത് ആ മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണം ഇഷ്ടപ്പെടാതെ AP സുന്നിയിലേക്ക് കയറിപ്പറ്റി. അവര് റിസാല വാരികയിലും സുന്നി അഫ്കാർ വാരികയിലും ഒക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ചില ലക്കം റിസാല വാരിക അല്ലെങ്കിൽ സുന്നി അഫ്കാർ, EK സുന്നിയുടെ AP സുന്നിയുടെ ഒക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു സംശയം, പടച്ചോനെ, ഞാൻ ഈ വായിക്കുന്നത് പ്രബോധനാണോ വിവേകാണോ? എന്നിട്ട് ഒന്നും കൂടി ആ മുകളിലെ പേര് വായിച്ച് നമ്മൾ ഉറപ്പ് വരുത്തും. കൈവെള്ളയിൽ നുള്ളി നമ്മളുടെ ബോധാവസ്ഥ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഹെഡിങ്ങിലേക്ക്, ശീർഷകത്തിലേക്ക്
ആ വാരികയുടെ പേരിലേക്ക് നോക്കി അല്ല ഇത് റിസാല തന്നെയാണ്, ഇത് സുന്നി അഫ്കാർ തന്നെയാണ്, ഇത് സെൻസിങ് തന്നെയാണ്, ഇത് അൽ-ഇർഫാദ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കണക്കിന് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ, മുസ്ലിം വിഭാഗങ്ങൾ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും തമ്മിൽ ഇതുപോലെയുള്ള വൈജ്ഞാനികമായ, ആശയപരമായ, ചിന്താപരമായ ആദാന പ്രദാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഇൻഹിറാഫ് ചെയ്തുകൊണ്ടുള്ള, വ്യതിചലിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ സലഫിസത്തിന്റെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള വല്ല എലമെന്റ്സും ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടോ, ഷിയയിസം എങ്ങാനും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കുന്ന മുഹഖിഖീങ്ങളായ ഉലമാക്കളുടെ പരിശോധകരുടെ ഇടപെടൽ ഉണ്ടാവുമ്പോൾ അത് വളരെ ഫിത്നയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആരും ഒന്നിലും കലർത്താൻ ശ്രമിക്കാതെ അവരെല്ലാം അവരായി നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ഇലക്ഷനിൽ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയും ആൾക്കാരോട് പറയാനുള്ളത് ഇലക്ഷനിൽ നിൽക്കുക, മത്സരിക്കുക, പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ എം പിയും എം എൽ എ മന്ത്രി ആവലും മാത്രമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറയില്ലാതെ എല്ലാം തുറന്നു പറയാനുള്ളൊരു അവസരവും കൂടിയാണ്. അപ്പൊ അതൊക്കെ എല്ലാവരും ഇതൊന്നും ചെയ്യാതെ അടക്കി പിടിച്ചു നിർത്തിയാല് അത് വളരെ അപകടകരമായ ഒരു പൊട്ടിത്തെറിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവർക്കും അപ്പോഴപ്പോൾ തോന്നുന്ന വിചാരങ്ങളും വികാരങ്ങളും നിയതമായ മാർഗങ്ങളിലൂടെ അപ്പപ്പോൾ അങ്ങ് ആവിഷ്കരിച്ച് അങ്ങ് വിട്ടേക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എപ്പോഴും കുഴപ്പമായിരിക്കും. കുല്ലു ഫിത്നത്തിൻ തഖ്റുജു മിനശ് ശമാലി വ തർജിഉ ഇലൈഹി. ആ ഷമാലിനും ഷിമാലിനും വായിക്കാമെന്നൊരു രണ്ട് ലുഗത്തുകളുണ്ട്. അതുപോലെ ഫിത്നത്തിലേക്കാണോ ആ മുസ്തത്തിറായ ലമീർ തഹ്റുജുവിന്റെ മടങ്ങേണ്ടത്, തർജിഉവിലെ മുസ്തത്തിറായ ലമീർ മടങ്ങേണ്ടത് കുല്ലിലേക്കാണോ? അതിലൊക്കെ ഇഖ്തിലാഫ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാ ഫിത്നകളും വടക്ക് നിന്നാണ് പുറപ്പെടുന്നത്, വടക്കോട്ട് തന്നെ മടങ്ങുകയും ചെയ്യും എന്ന് ഏതോ ഒരു ദോഷകതർക്ക് പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല കേട്ടോ. ഏതായാലും ഇത് ഉള്ളതാന്ന് വിചാരിച്ച ഒരു തെക്കൻ മൗലവി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നും അല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്ക് പലതരത്തിലുള്ള ഫിത്നകൾ, തർക്കങ്ങൾ ഇങ്ങനെ പൊടിക്കുക. അപ്പൊ പുള്ളിക്ക് തോന്നി വടക്കന്മാർക്ക് ഒരു പണി കൊടുക്കണമല്ലോ. പുള്ളി തെക്കന്ന് കുറച്ച് വണ്ടിക്കൂലിയൊക്കെ ഉണ്ടാക്കി വടക്കോട്ട് വണ്ടി കയറി. അവിടെ ചെന്നിട്ട് പുള്ളി അവിടുത്തെ മതരംഗത്ത് ഒരു പുതിയ വിവാദം അഴിച്ചു വിട്ടു. എന്തായിരുന്നു ആ വിവാദം എന്നറിയോ? അള്ളാ എന്ന് എഴുതുമ്പോ അലിഫ്, ലാമ്, പിന്നെയും ഒരു ലാമ്, പിന്നെ ഹ അല്ലെ? അപ്പോ അലിഫ്, ലാമ്, ലാമ്, ഈ രണ്ട് ലാമും കൂടെ കൂടുമ്പോഴാണ് ശ്രദ്ധാക്കപ്പെട്ട മുശദ്ദതായ ലാം ഉണ്ടാവുന്നത്. പിന്നെ ഹ. ഇത് അല്ല എന്നാണ് പറയേണ്ടത്, അള്ളാ എന്ന് പറയുന്നത് തെറ്റാണ് എന്നും പറഞ്ഞ് വടക്ക് എന്നിട്ട് മൂപ്പര് പ്രചാരണം തുടങ്ങി. അങ്ങനെ മൂപ്പരുടെ കൂടെ കുറെ ആൾക്കാർ കൂടി അല്ല, അവർക്ക് അല്ലാ പാർട്ടി എന്ന് പേരായി. അതല്ല, പാരമ്പര്യമായിട്ട് അള്ളാഹ പറയേണ്ടതെന്ന് പറയേണ്ട ആൾക്കാർ അവർ അള്ളാ പാർട്ടി ആയിട്ട് നിന്നു. അങ്ങനെ അള്ളാ പാർട്ടിയും അല്ലാ പാർട്ടിയും തമ്മിൽ അടിയോടടി, സുന്നികളുടെ ഇടയിൽ തന്നെ ഈ പറയണത്. എന്നിട്ട് എവിടെയും തീരുമാനം. അപ്പൊ പുള്ളിക്ക് പറയാം ന്യായങ്ങളുണ്ട്. കാരണം എഴുതുമ്പോ രണ്ട് ലാമല്ലേ, അതിൽ ലാദും ഇല്ല ലാഉം ഇല്ല. ഈ ലാമിനെ നിങ്ങൾ ലായാക്കി മറിക്കുന്നതിന്റെ ന്യായം എന്താന്ന് ചോദിച്ചപ്പോ അതിന്റെ മുന്നിൽ മറ്റേ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റേ പാർട്ടിക്കാർ പറഞ്ഞു ഇത് നൂറ്റാണ്ടുകളായിട്ട് മഹാന്മാരുടെ കാലം മുതൽ, മുത്തഖദ്ദിമീങ്ങളുടെ കാലം മുതൽ അള്ളാഹ് എന്നാ പറഞ്ഞു വന്നത്. ഇപ്പൊ ഇയാൾ ഇത് ഇവിടെ കൊടുന്ന് ഇറക്കിയതിനാ. പക്ഷെ ഇവര് വിട്ടുകൊടുത്തില്ല. അങ്ങനെ അള്ളാ പാർട്ടി, അല്ലാ പാർട്ടി, അല്ലാ പാർട്ടി, അള്ളാ പാർട്ടി, ഇങ്ങനെ ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വേറൊരു വാദം. അപ്പോഴത്തേക്ക് മൈക്ക് സെറ്റ് പ്രചാരത്തിൽ വന്നു, ലൗഡ് സ്പീക്കർ. അപ്പൊ ഒരു മൗലവി പറഞ്ഞു ലൗഡ് സ്പീക്കറിൽ ബാങ്ക് വിളിക്കുന്നത് ഖുത്ബ ഒന്നും തെറ്റാണ്. അപ്പൊ ആളുകൾ പിന്നെ മൈക്ക് വിരുദ്ധതയുടെയും പുറകിൽ പോകാൻ തുടങ്ങി. അപ്പൊ അള്ളാഹ് അല്ലാ തർക്കം തീരുമാനമായിട്ടില്ല കേട്ടോ, അതവിടെ കിടക്കുകയായിരുന്നു. അത് കാലം അതിനെ വിസ്മൃതിയിലാക്കി ആളുകളെ മൈക്ക് വിവാദത്തിന്റെ പുറകിൽ പോയി. ഇങ്ങനെ ഓരോന്ന് സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞവരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതില് തെക്കന്മാരുടെ ഇടപെടലിൽ ഉണ്ടാകാതിരുന്ന മോശമുള്ളതെന്ന് വിചാരിച്ചാണ് ഈ തെക്കൻ മൂലയെ വടക്ക് എന്ന് അവരെ പൊട്ടീസാക്കിയത്. മനസ്സിലായില്ലേ? ഇവന്മാർക്ക് ഒരു പണി കൊടുക്കണമല്ലോ എന്നുള്ള നിലയ്ക്കാണ്
മൂപ്പര് ഈ വാദവുമായിട്ട് വടക്കോട്ടേക്ക് ചെന്നത്. അതവിടെ ഏറ്റുട്ടോ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് സാരസ്യങ്ങളിലൂടെയാണ് നമ്മുടെ മതരംഗത്തെ വിവാദങ്ങളുടെ അനുസ്യൂതമായ പ്രവാഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു അഴിമുഖത്ത് എന്നെങ്കിലും നങ്കൂരമിടുമെന്ന് നിങ്ങൾ ആരും വൃഥാ വ്യാമോഹിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.